ഫിസിക്കൽ അബ്യൂസും വെർബൽ അബ്യൂസും ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ എന്റെ പങ്കാളിക്ക് എപ്പോഴും എന്നോടൊരു മാനസിക അകൽച്ചയുണ്ട്. ഇത് പലരും പറയുന്ന ഒരു സ്ഥിരം ഡയലോഗാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, മെന്റൽ അബ്യൂസ് അഥവാ ഇമോഷണൽ അബ്യൂസ് എന്ന് പറയുന്ന ഒരു കാര്യം ഒരുപക്ഷെ അവിടെ നടന്നിരിക്കാം. അത്തരത്തിലുള്ള ചില സാഹചര്യങ്ങൾ കൂടി പറഞ്ഞുതരാം കേട്ടോ. ഒന്നാമതെന്ന് പറയുന്നത് നമ്മൾ സ്പെഷ്യൽ ഈവെന്റ്സ് അല്ലാന്നുണ്ടെങ്കിൽ ഹോളിഡേയ്സിലൊക്കെ വെറുതെ വഴക്കടിക്കുക, ചെറിയ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഹീറ്റഡ് അപ്പ് ആയിട്ടുള്ള ആർഗ്യുമെന്റ് ആയിട്ടൊക്കെ മാറിയതിനു ശേഷം പങ്കാളിക്ക് മാനസികമായി സന്തോഷിക്കാനുള്ള ഒരു അവസരം കൊടുക്കാതിരിക്കുന്നത് ഇമോഷണൽ അബ്യൂസിന്റെ ഒരു പാറ്റേൺ തന്നെയാണ്. നമ്പർ 2 എന്ന് പറയുന്നത്, നമ്മള് അവര് പറയുന്ന ഒരു നീഡും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ പോലും നമ്മൾ പറയും ഓക്കെ, അത് എന്താണ് ഒരു നിങ്ങളുടെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻ കാരണമാണ്, ഇത് മീറ്റ് ചെയ്യാൻ ആർക്കും പറ്റില്ല എന്നുള്ള രീതിയിൽ അതൊക്കെ നോർമൽ ആണ് എന്നുള്ള രീതിയിൽ പറയും. മൂന്നാമത്തേത്, അവരുടെ ഇമോഷൻസിനെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, വില കുറച്ച് കാണും. അതും വളരെയധികം ബുദ്ധിമോശമുള്ള ഒരു കാര്യം തന്നെയാണ്. നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, അവരെ കളിയാക്കാനായിട്ട് അവരുടെ ഹെൽത്ത് കണ്ടീഷൻ ഉപയോഗിക്കുക, അവരുടെ ഫാമിലി സ്റ്റാറ്റസ് ഉപയോഗിക്കുക, ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഉപയോഗിക്കുക, ജോബ്, ഫ്രണ്ട്സ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ അവരെ നിരന്തരം കളിയാക്കുന്നുണ്ടെങ്കിലും അത് അവരുടെ ഇൻസെക്യൂരിറ്റീസ് അല്ലേ, അത് ഭയങ്കരമായിട്ട് അവരെ എഫക്ട് ചെയ്യും. പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ജെൻഡർ റോൾസും സൊസൈറ്റൽ പ്രഷറും ഒക്കെ എടുത്തിട്ട് അവരുടെ മേലെ വെക്കുക, അതിനുശേഷം ഭയങ്കരമായിട്ട് എന്താണ് ഷെയിം ചെയ്യുന്നത്, അങ്ങനെയൊക്കെയുള്ള കുറെ കണ്ടീഷൻസ് വരുന്നതും ഇമോഷണൽ അബ്യൂസിന്റെ ഭാഗം തന്നെയാണ്. അപ്പൊ അത്തരത്തിലുള്ള ഇമോഷണൽ അബ്യൂസ് നടക്കുന്നുണ്ടോ എന്ന് കൂടി ബന്ധങ്ങളിലൊന്ന് പരിശോധിക്കുക. മിക്കപ്പോഴും പലരും പറയും ഫിസിക്കൽ അബ്യൂസും വെർബൽ അബ്യൂസും ഒന്നും ഞാൻ ചെയ്യുന്നില്ല, ഞാൻ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടാണ് റിലേഷൻഷിപ്പിൽ പോകുന്നത്. പക്ഷെ നമ്മുടെ ചെറിയ ചെറിയ ഡയലോഗ്സ് അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യാതെ പോകുന്ന അവരുടെ മെന്റൽ ഹെൽത്ത്, ഇതൊക്കെ ബന്ധങ്ങളിൽ വല്ലാത്തൊരു വിള്ളൽ ഉണ്ടാക്കാൻ കാരണമാകുന്ന സാഹചര്യങ്ങളായിട്ടൊക്കെ മാറാറുണ്ട് കേട്ടോ.